ഹലോ എവറിബഡി. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ആസ് യൂഷ്വൽ സ്കിറ്റാണ്. വെറും സ്കിറ്റില്ല, മണി സ്കിറ്റാണ്, പണം വാരുന്ന സ്കിറ്റാണ്. അപ്പൊ ഈ പണമൊക്കെ വാരി പോക്കറ്റിലിട്ട് പോകാൻ പോകുന്ന ആരെന്ന് അറിയണ്ടേ? വിളിച്ചാലോ? ഈ വരാൻ പോകുന്നവരുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആകാൻ പോകുന്ന രണ്ടുപേരാണ്. ആദ്യമായിട്ട് വേദിയിൽ വരാൻ പോവുകയാണ്. നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും. ഒരു വീഡിയോ കണ്ടാലോ ചേച്ചി? പിന്നെ കാണാം. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു വേദിയിൽ എങ്ങനെയും ഒന്ന് എത്തിച്ചേർന്ന് പെർഫോം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓഡിഷന് വന്ന് സെലക്ട് ആയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ അടുത്ത ഷെഡ്യൂളിലേക്ക് വിളിച്ചു. ഗ്രൂമിങ്ങിന് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്മയാണ്. അപ്പൊ ഞങ്ങൾക്ക് ആ ഡേറ്റിൽ എക്സാം ഉള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു, അയ്യോ പിള്ളേർക്ക് എക്സാം ആണ്, പിന്നെ അടുത്ത ഷെഡ്യൂളിലേക്ക് വിളിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾ അടുത്ത ഷെഡ്യൂളിലേക്ക് സജസ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ പോയിക്കോ, നിങ്ങൾക്ക് പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ, എക്സാം ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല, പോയിക്കോളാൻ പറഞ്ഞായിരുന്നു. അവരെ തിരിച്ചു വിളിച്ചപ്പോഴത്തേനും പറഞ്ഞത് ഈ ഷെഡ്യൂളിലേക്കുള്ള കണ്ടസ്റ്റൻസ് തികഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇനി അടുത്ത ഷെഡ്യൂൾ വിളിക്കാന്നായിരുന്നു പറഞ്ഞത്. അമ്മേന്റെ അടുത്ത് ഇവൻ ചോദിച്ചു, അമ്മ എന്തിനാമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മ പറഞ്ഞത് കാരണല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റാനത്, ഞാൻ കാരണല്ലേ എന്റെ മക്കൾക്ക് ഈ വേദി വരെ എത്താൻ പറ്റാൻ എന്നുള്ള സങ്കടമായിരുന്നു നമുക്കും. കുട്ടികൾ ഇങ്ങനെ വിഷമിച്ച് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പാരന്റ്സിനും എനിക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും ഒക്കെ ഭയങ്കര സങ്കടമായി. കാരണം അവരുടെ വിഷമം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മയും അച്ഛനും ഒക്കെ സങ്കടപ്പെടുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് അത്രയും ആഗ്രഹമായിരുന്നു എങ്ങനെയും ഈ ഫ്ലോറിൽ ഒന്ന് എത്തണം എന്നുള്ളത്. അങ്ങനെ ഇപ്പൊ ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫൈനലി നമുക്ക് അവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. പിന്നെ ലെറ്റ്സ് വെൽക്കം തൻവി ആൻഡ് തനയ്. ഇതാരാണ്? ഹായ്, ഹായ്. തന്നെ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 1ാം ക്ലാസ്സിൽ. ഈശ്വര, ഇത്രയും വലിയ കുട്ടിയാണോ? ആ. ഇവിടെ സ്കിറ്റ് കളിക്കാൻ പോവാ? ആ. നന്നായി റിഹേഴ്സൽ ചെയ്തോ? ആ. അപ്പൊ തൻവി എങ്ങനെ, ചേച്ചി നന്നായി ചെയ്യോ അല്ല തന്നെയാണോ നന്നായി ചെയ്യാ? നമ്മുടെ ഫ്ലോറിലെ ഏറ്റവും ചെറിയ കണ്ടസ്റ്റന്റ് ആയിരിക്കും. പിന്നെ പൊളിക്കൂലേ ഇവിടെ? പൊളിക്കും. ഓക്കെ. അപ്പൊ തൻവി എന്താ ചെയ്യണേ? ഞാൻ 9th-ലാ. എന്തായാലും നിങ്ങളുടെ കഥ കണ്ടു കേട്ടു. ഇനി നിങ്ങളുടെ പെർഫോമൻസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പൊ ബാറ്ററി ഓൺ ചെയ്താലോ? ഓൺ ചെയ്യാം. യെസ്, ഓണായി. ബാറ്ററി ഓൺ ആയി. അപ്പോ ഓൾ ദി ബെസ്റ്റ് ടു തൻവി ആൻഡ് തനയ്. All the best. ഓൾ ദി ബെസ്റ്റ് തൻവി ആൻഡ് തനയ്. ഈശ്വരാ, ഈശ്വരാ, സമയത്തേട്ട് ഈ ചെറുക്ക സ്കൂളിൽ പോകാതെ കിടന്ന് ഉറങ്ങിയാണാ? നിങ്ങൾ കേക്കണം, രാവിലെ എണീറ്റ് ഈ വീട്ടിൽ എന്തെല്ലാം പണികൾ ചെയ്യണം. ഇവിടെ എല്ലാം തൂത്തുവാരണം, ചന്തേ പോണം, ആഹാരം ഉണ്ടാക്കണം, ഈ വീട്ടിലുള്ള സകല തുണി വലക്കണം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വേണം എന്റെ പാവം ചേട്ടന്ന് ജോലിക്ക് പോവാൻ. ഈ കിടക്കണവൻ ഇതുവല്ല അറിയണ? എടാ ഉണ്ണിക്കുട്ടാ, എണീറ്റ് സ്കൂളിൽ പോടാ. എടാ എണീക്കാൻ. ഇവൻ എണീപ്പിക്കാനുള്ള വഴി എനിക്കറിയാം. ഉണ്ണിക്കുട്ടൻ. ടീച്ചർ. അയ്യോ, ഇതെന്തൊരു വേഷമിടാ. നീ യൂണിഫോം ഇട്ടോണ്ടാണ് കിടന്നുറങ്ങിയത്? അത് ഞാൻ ഇന്നലെ രാത്രി യൂണിഫോം ഇട്ടോണ്ട് തന്നെ കിടന്ന്. അതെന്തോത്തിനാ? അല്ലെങ്കിൽ അപ്പ പറയത്തില്ലേ, ഏറിനാക്കണ ഉണ്ണിക്കുട്ടാ, പല്ലിനാക്കണ ഉണ്ണിക്കുട്ടാ, കുളിക്കണ ഉണ്ണിക്കുട്ടാ, യൂണിഫോം ഇട്ടോണ്ട് സ്കൂളിൽ പോടാ. ഇതൊന്നും കേൾക്കണ്ടല്ലോ, ഇങ്ങനെ തന്നെ പോയാ പോരെ. ഡാടാ, നിന്റെ പുതിയ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? 1-2 കൊള്ളാം. എന്ത് 1-2 കൊള്ളാന്നേ. ഈ പോക്ക് പോയാലേ നീ 1ാം ക്ലാസ് തന്നെ 2 വർഷം ഇരുന്ന് പഠിക്കേണ്ടി വരും. അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഡിഗ്രിക്ക് 3 വർഷം പറ്റിട്ടുണ്ടെന്ന്. എന്റെ പയ്യന്റെ ചൂടറിയും. അമ്മ പറഞ്ഞത് ശരിയാണല്ലോ. അമ്മന്റെ ചൂടുണ്ടല്ലോ, നമുക്ക് പനിയാണോ? നിന്നെ ഞാനത് ശരിയാക്കടാ. കൊച്ചുകുട്ടികൾ വർക്കിടാൻ പാടില്ല. പിന്നെന്തോ ചെയ്യണം? അതല്ലേ പറ്റി അടിക്കണം. ഡാടാ, നിനക്ക് നിന്റെ അച്ഛനാരാന്നറിയാവാടാ? അതമ്മക്ക് അറിഞ്ഞൂടെ? എടാ, നിന്റെ അച്ഛനെ ഒരു പാവമാണെന്ന്. ഓ, നാട്ടുകാര് പറയണ അച്ഛൻ അമ്മേനും ഉമ്മയും വെറും ഒരു പാവയാണെന്ന്. ഈശ്വരാ, ഈ വയസ്സിന് മൂത്രയോട് തർക്കുത്തരം പറയുന്ന ഓ, ഒരു തള്ള വൈബ്. പിന്നെ ഈ പറയുന്ന നീയാ? ഞാൻ 2K kids. യോ യോ. ഓ, ഒരു 2K. അല്ലേലും ഇപ്പത്തെ ചില പിള്ളേർക്കൊന്നും അമ്മമാരോട് ഒരു സ്നേഹവും ഒരു ബഹുമാനമില്ല. കരയില്ല അമ്മ, എന്നെ ഞാൻ പോടാ. അമ്മ നിർത്തടാ.
അത് ഞാൻ എപ്പോഴേ നിർത്തി. നിർത്തിയായിരുന്നല്ലേ? ആ ശരി, നീ നിന്റെ ബാഗ് എടുത്തോണ്ട് വേഗം സ്കൂളിൽ പോകാൻ നോക്കിയേ. ഇതെന്താണ് നിന്റെ ബാഗിന് ഒരു കനം? അതൊന്നുമില്ല. ഞാൻ നോക്കട്ടെ. എടാ, ഞാൻ നോക്കട്ടെ, നീ അങ്ങോട്ട് മാറി. ഇതെന്താണ് ഇത്? പുട്ടൂറ്റിയാ? ഇതെന്തോത്തിനാ നിനക്ക്? അത് പിന്നെ പോന്നരിക്കണോണ്ട് കളയാൻ. എന്തോ കാര്യത്തിന്? ഓ, ഞാൻ ജനിച്ച നാളിലോട്ട് പുട്ടെണ്ണ എന്റെ പുട്ടിന് എന്താടാ ഒരു കുഴപ്പം? ഒരു പുട്ടാണോ ഇത് കല്ലാണോ? തേങ്ങ പോലും ഇല്ലാത്ത പുട്ടാണോ ഇത് കല്ലാണോ? തേങ്ങ പോലും ഇല്ലാത്ത ഇത് പുട്ടാണോ ഇത് കല്ലാണോ? ആദ്യം നീ പഠിച്ചേ നിന്റെ സ്വന്തം കാലിൽ നിക്കാൻ നോക്കണം, എന്നിട്ട് നീ പറയാൻ വാ. എനിക്ക് പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണ്ട. പിന്നെ എന്റെ ഈ ഷൂ ഒരു മാറ്റിയാ മതി, എനിക്ക് എന്റെ സ്വന്തം കാലിൽ മക്കളെ, അതല്ല അമ്മ പറഞ്ഞത്. മക്കള് പഠിച്ചൊരു നിലയിലൊക്കെ എത്തുമ്പോഴേ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? എനിക്കിപ്പൊ കല്യാണം വേണ്ട അമ്മേ. അയ്യോ വേണ്ടേ? ഒരു 4ാം ക്ലാസ്സൊക്കെ ആവുമ്പോ മതി. വരട്ടില്ല, അതിനു പോലെ പെണ്ണ് കിട്ടണം പോലും. എവിടെയാണ് നിന്റെ പരീക്ഷ പേപ്പർ? അത് എഴുതിയവരടുത്ത് ചോദിക്കി. എടാ, നിനക്ക് ഇംഗ്ലീഷ് ഒക്കെ വല്ല അറിയാമാ? ആ, അത് മലയാളം. ഇംഗ്ലീഷ് അറിയാമോന്നാ ചോദിച്ചേ. എടാ, നീ ഇംഗ്ലീഷിന്റെ പരീക്ഷയ്ക്ക് എന്തോന്നൊക്കെയാടാ എഴുതി വെച്ചേക്കുന്നേ? അത് 2 കാര്യം ഞാൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. എന്തോന്ന്? എന്റെ പേര് കണ്ടീഷനും അതിന് മാത്രം. എന്റെ ദൈവമേ. താജ്മഹൽ നിർമ്മിച്ചത് ആരാടാ? മേസ്തിരി. മേസ്തിരിയാ? എടാ, അതിന് കൂട്ട് നിന്നത് ആര്? മെക്കാട്. എന്റെ ദൈവമേ. എടാ ചെക്ക, ആ ശില്പിയുടെ കൈ എന്തിനാ വെട്ടിയേ? പുള്ളി അങ്ങനെ പെണ്ണുങ്ങളെന്നെ വല്ലതും കയറി പിടിച്ചു കാണും, അതാ വെട്ടി. അല്ലാതെ ഒരു ചാൻസ് ഇല്ല. എന്റെ പൊന്നോ. എടാ, ഭൂട്ടാന്റെ തലസ്ഥാനം ഏതാടാ? റംബൂട്ടാൻ. റംബൂട്ടാനാ? എന്റെ ദൈവമേ, ഇവന് എഴുതിയ പേനേന്റെ മഷിക്കുള്ള മാർക്കെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. എടാ മോനെ, നിനക്കൊരു 10% മാർക്കെങ്കിലും കിട്ടുവാ? അമ്മ നോക്കിക്കോ, ഞാൻ 100% മാർക്ക് വാങ്ങിക്കും. പോടാ, തമാശ പറയാതാ. അതിന് അമ്മയല്ലേ ആദ്യം തമാശ തുടങ്ങി വെച്ചത്. എടാ ചെക്ക, നീ ഒരു 4 അക്ഷരം പഠിച്ച് വളരാൻ നോക്ക്. എനിക്ക് പഠിച്ച് വളരണ്ടമ്മേ. പിന്നെ എനിക്ക് കഴിച്ച് വളർന്നാ മതി. നീ നിന്റെ അച്ഛനെ കണക്ക് തന്നെ. തിന്നുക ഉറങ്ങുക, തിന്നുക ഉറങ്ങുക. അച്ഛന്റെ അതേ സ്വഭാവം. അമ്മ, ഇതാ പറയുന്നത് തേക്ക് മരത്ത് റബ്ബറും പിടിക്കില്ലെന്ന്. തേക്ക് മരത്തിലേ റബ്ബറും പിടിക്കില്ലെന്ന്. ഉണ്ണിക്കുട്ട ഓർ തള്ളവായത് തന്നെ. എന്തായിരുന്നു നിങ്ങൾ രണ്ടുപേരും? പക്ഷെ എന്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഫുൾ വേദിയിൽ എല്ലാരും ഇതുപോലെ എണീറ്റ് നിന്നിട്ടുണ്ടാവാ. ബിക്കോസ് ഒരു സ്കിറ്റ്, അതും കോമ്പറ്റീഷൻ സ്കിറ്റ്, അതെ, ഒരു ലാഗും ഇല്ലാതെ കൗണ്ടർ ടപ ടപ് ടപ ടപ്. യോ മോളെ, നമ്മൾ മോളെ ഒന്നും കണ്ടില്ല കേട്ടോ. മോൻ അത്ര അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. ഒന്നുമില്ല, ഞാൻ ഇത് ഫുള്ള് ഇവന്റെ ഇത് പൈസ കിട്ടണ വരെ ഞാൻ നിക്കാണ്. അതെ, ഇവിടെ വന്നു ചേച്ചി, ഇവിടെ. അതെ, ഓക്കെ. ഇതാരണ്? ഉള്ളൂ എല്ലാം പല്ലുണ്ടല്ലോ അല്ലേ? ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് ഈ കോമ്പറ്റീഷൻ സ്കിറ്റ് കളിച്ച. നമ്മളൊക്കെ സ്കിറ്റ് കോമ്പറ്റീഷൻ കളിക്കുമ്പോ 24-25 വയസ്സുണ്ട്, എന്നിട്ട് തെറ്റിക്കുമായിരുന്നു. അല്ല, ആദ്യത്തെ വേദിയാണോ? ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഒരു സംശയം കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻഡസ്ട്രി എടുത്ത് നോക്കുവാണെങ്കിൽ ഇവനായിരിക്കും ഏറ്റവും ചെറിയ സ്കിറ്റ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയും ഇവൻ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഉറപ്പായിട്ടും അമൃത ടി വി നമ്മുടെ ഈ ഷോയിലെ ഏറ്റവും ചെറിയ കൊച്ച് മോൻ തന്നെയാണ്. മോളെ വിട്ടുപോകുന്നതല്ല, പക്ഷെ മോൾ അത്രയ്ക്കും സപ്പോർട്ടീവായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് നിന്നുകൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ നമുക്ക് അത്രയും ശ്രദ്ധിക്കാൻ പറ്റിയത്. സോ രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ വീണ്ടും എക്സൈറ്റ് ചെയ്യുന്നത് ഈ കുഞ്ഞു ബേബി. എന്തായാലും മോളുടെ ഒരു ആഗ്രഹമായിരുന്നു, നിങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു ഈ വേദിയിൽ വരാൻ. വെരി പ്രൗഡ്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ പെർഫോമൻസ്
അതും കോമ്പറ്റീഷൻ, അതൊക്കെ ഭയങ്കര ധൈര്യം. ഓക്കെ, തനിയെ പറഞ്ഞ ഞങ്ങളെയൊക്കെ ഇഷ്ടമാണോ? ആ ഷോ ഒക്കെ കാണാറുണ്ടോ? ടിവിയില് കാണാറുള്ള ഞാൻ ആണോ? സ്കൂളിൽ എല്ലാരും സപ്പോർട്ടീവ് ആണോ ടീച്ചേഴ്സ് ഒക്കെ? ആണ്. ആണ്. ഇപ്പൊ സന്തോഷായില്ലേ? ആയി. ഇനി വരൂ അങ്ങോട്ട്. വരും. അപ്പൊ വരൂ. അല്ല മോനെ ഈ സ്കിറ്റ് ആരാ പഠിപ്പിച്ചു തന്നേ? അതമ്മ. അമ്മയാണോ? ഓ, അപ്പൊ പിന്നെ അമ്മേനെ എന്തായാലും ഈ വേദിയിൽ വിളിക്കാം. തീർച്ചയായിട്ടും. അതെ, അമ്മ അച്ഛനും വന്നിട്ടില്ലയോ? അപ്പൊ രണ്ടുപേരും മീറ്റ് ചെയ്യാം. പേരൻസ് വരണം. നമസ്കാരം. ഹലോ. സൂപ്പർ. ഓക്കെ, എന്താണ് പേരാദ്യം അമ്മയുടെ? എന്റെ പേര് വിനീത. വിനീത. അതെ. വിനീത, തന്നെ എത്ര ദിവസം എടുത്തു ഇത് പഠിക്കാൻ? ഡയലോഗ്സ് ഒക്കെ പഠിക്കാൻ ശരിക്കും 2 ദിവസം അങ്ങനെയൊക്കെ എടുക്കുള്ളൂ. പിന്നെ അതിന്റെ പ്രാക്ടീസ് കൊടുത്താൽ മതി, അത് പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചോളൂ. ആണോ? തന്നെ എത്ര ദിവസം പിടിച്ചു? തൻവി അതെ. പിന്നെ തൻവിക്ക് ചിലപ്പോ ഇടയ്ക്ക് അങ്ങനെ തെറ്റിപ്പോകും. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോകത്തില്ല. എന്താണ് പേര്? റിജോയ്. റിജോയ്. എന്താണ് ഒരു അച്ഛൻ എന്ന നിലയിൽ 2 കുട്ടികൾക്കും ഒരു ഇത്രയും വലിയൊരു വേദി, അതും കോമ്പറ്റീഷൻ ലെവലില്, എന്താണ്? വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരിങ്ങനെ പെർഫോമൻസ് ചെയ്ത് എല്ലാവരുടെയും കൈയ്യടി കിട്ടുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് എന്റെ സപ്പോർട്ടല്ല, എന്റെ വൈഫിന്റെയാണ്. വൈഫാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് എന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇവരിങ്ങനെ പെർഫോം ചെയ്യും ഇതൊക്കെ കണ്ടപ്പോ ഞാൻ തന്നെ വല്ലാണ്ടായി പോയി. ഇനി ഇവരെ എൻകറേജ് ചെയ്യണം, വരെ ഇവിടെ കൊണ്ടുവരണം. തീർച്ചയായിട്ടും. അതെ, ഉറപ്പായിട്ട്. തീർച്ചയായിട്ടും. മോനെ, ഇതിന്റെ ഇടയ്ക്ക് ഈ രണ്ടുപേരെ സ്കിറ്റ് ഗ്രൂം ചെയ്ത് നമ്മുടെ രതീഷ് ചേട്ടനാണ്, രതീഷ് ഫിറ്റ്നസ്. അപ്പൊ രതീഷ് ചേട്ടനും ഒരു വലിയൊരു പങ്കുണ്ടോ പുറകിൽ? നമുക്ക് രതീഷിനെയും വിളിക്കാം. രതീഷ്, പ്ലീസ് കം. ഞാനേ ഒരു മാജിക് കാണിച്ചു തരട്ടെ. ഈ വീട്ടിൽ നിന്ന് നമുക്ക് ഇനി നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ കൊട്ടാരത്തിലേക്ക് പോയാലോ? പോവാം. നോക്കണേ. ഇഷ്ടായോ? ഇവിടെ ഒരു ബാറ്ററി നിങ്ങൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് കാണണ്ടേ? കാണാം. നോക്കാം. തിരിഞ്ഞു നോക്കിക്കോ കേട്ടോ. കലനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ദുരിതമുണ്ടന താളത്തിൽ ഞാൻ കലനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി എന്താ പറ്റിയേ തൻവി? നല്ല സന്തോഷം. നല്ല സന്തോഷമുണ്ട്. ടാക്സ് കൊടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആള്. അതെ. എന്തായിരിക്കുന്നു ബാറ്ററി? പൈസ ഫുള്ള് ചാർജ് ആയിരിക്കുന്നേ. എത്ര പൈസ കിട്ടി പോനെ ഇപ്പൊ അതില്? 5000. 50,000 രൂപ. 50,000 റുപ്പീസ് ആണ് കിട്ടിയിരിക്കുന്നത്. ആർക്ക് കൊടുക്കും ഈ പൈസ? പപ്പാക്ക്. പപ്പായ്ക്ക്. അമ്മ കഷ്ടപ്പെടുക, പൈസ അച്ഛനും കഷ്ടപ്പെടുക. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ ഞാൻ മീനിന്റെ ബിസിനസ്സാണ്. ഇടയ്ക്ക് പിള്ളേരെ സ്കിറ്റിന് വിടുമ്പം കുറച്ച് മീനും കൂടെ കൊടുത്തു വിടും. ഈ സന്തോഷം ഇവിടെ തീരല്ല, കുറച്ചുകൂടെ പവർ ആക്കാൻ വേണ്ടി ഒരാളും കൂടെ വരാൻ പോവുകയാണ്. ആരാണ്? അങ്ങനെ ഒരാൾ 50,000 അടിച്ചു. ഒരാളല്ല, 2 പേരാ. അതെ. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ഈ ഫ്ലോറിൽ വന്ന ആദ്യത്തെ സ്കിറ്റിന് തന്നെയാണ് 50,000 നേടി നേരെ പോകുന്നത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റ്. യങ്ങസ്റ്റ് എൻട്രി, മാസ് എൻട്രി. ഇതാണ് മാസ്.
വര തൂക്കുക പോവാ അത്രേ ഉള്ളൂ ആദ്യമായിട്ട് തന്നെ. അത് മാത്രല്ല അവിടെ ചെല്ലുമ്പോണ്ടല്ലോ ഇതൊന്നുമല്ല, ഇതൊക്കെ മെഗാ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. വലിയ ക്യാഷ് പ്രൈസുമാണ് അവിടെ ലഭിക്കാൻ പോകുന്നത് കേട്ടല്ലോ. ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം. ടിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ആ ബസർ അങ്ങനെ അമർത്തണം. ഈ സംഭവം അമർത്തണം. അത് എനിക്ക് തോന്നുന്നു അമ്മയും അച്ഛനെല്ലാരും എടുത്തോ. അമ്മ അച്ഛ വന്നു. അടിക്കില്ലേ റെഡി രണ്ട് ഒരുമിച്ച് 1 2 3 നിങ്ങളുടെ എൻട്രി ടിക്കറ്റ് ഗ്രാൻഡഡ് ആണ്. ഇനി നമ്മൾ കാണുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിൽ. ഈ സന്തോഷത്തിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ പറയാൻ പോകുകയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുന്ന പോലെ, നല്ല പെട്ടപ്പെട്ടയ്ക്കുന്ന പോലെ 50,000 ക്രെഡിറ്റ് ചെയ്യൂ ചേച്ചി. സൈഡിൽ നിന്ന് കുറവല്ലേ നിങ്ങൾക്കില്ല, അവിടെ ചാനലിൽ തരും. സന്തോഷം. ഡബിൾ ധമാക്ക എന്നൊക്കെ പറയുന്ന ഇതാണ്. ഓൾ ദി വെരി ബെസ്റ്റ്.